നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിന്റെ പോർട്ടായിട്ടുള്ള ഈലറ്റ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം ഭയന്നുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രസ് TV ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു പോർട്ട് തുറന്നു പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ പോർട്ടിലേക്ക് കപ്പലുകൾ അടുക്കണം. എന്നാൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഹൂതികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ ഇതെല്ലാം കണ്ട് ഭയന്നുകൊണ്ട് നിരവധി കപ്പലുകളാണ് ഈ ഒരു പോർട്ട്, അതായത് ഇസ്രയേലിലുള്ള ഈ ഒരു പോർട്ട് ഒഴിവാക്കുന്നത്. അതിനാൽ തന്നെ ഇസ്രയേലിന് ഭീമമായൊരു നഷ്ടം തന്നെ നേരിടേണ്ടതായിട്ട് വരും. ഇസ്രയേലിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഈ ഒരു പ്രദേശമാണ്. ഏകദേശം 30 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രദേശത്തിന് വീതി വരുന്നത്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് യമനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഹൂതികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇസ്രയേലി കപ്പലുകൾക്ക് ഈ ഒരു പ്രദേശത്തു കൂടി പോകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്രദേശത്തു കൂടി പോകുന്ന കപ്പലുകളെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ ആക്രമിക്കാനും ഇത്തരം ഗ്രൂപ്പുകൾക്ക് വളരെയധികം എളുപ്പമാണ്. ഇതിനു മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രയേലി സേനയിൽ സൈനികർ കുറവാണെന്നാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ, അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള യഹൂദർ സൈന്യത്തിലേക്ക് ചേരാൻ വിസമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇറാൻ ഇത്തരമൊരു അവസരം മുതലാക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അതായത് ഇറാൻ ഇത്തരം ഇറാന്റെ തന്നെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സഹായവും ആയുധങ്ങളും എത്തിച്ചു നൽകുന്നതിലൂടെ ഇസ്രയേൽ വൻ പ്രതിസന്ധിയിലേക്ക് തന്നെ കൂപ്പുകുത്തും. അതിനാൽ തന്നെ ഹൂതികളുടെ ആക്രമണം വളരെയധികം ശക്തമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് വ്യാപാരത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പോർട്ടുകളിൽ ഒന്നാണ് പോർട്ട് ഈലറ്റ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് സൈഡുമായിട്ട് വ്യാപാരം നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഒരു പോർട്ടിനെയാണ്. അതായത് വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോർട്ടാണ് ഇപ്പോൾ അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്നാണ് പ്രസ് TV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹൂതികൾ പറയുന്നത് ഗസയിൽ ഇസ്രയേൽ വെടിനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ തങ്ങളും എല്ലാം നിർത്താമെന്നാണ് ഹൂതികൾ പറയുന്നത്. ഗസയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത്. അധികകാലം ഒരിക്കലും ഇസ്രയേലിന് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ഇനിയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും ഗസയിൽ ഒരു വെടിനിർത്തൽ ആ ഒരു രീതിയിൽ ഇസ്രയേൽ എത്തിച്ചേരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മിലിറ്ററി ടാങ്ക്, അതായത് മർക്കാവോ 4 എന്ന് പറയുന്ന ഒരു ടാങ്ക്, ഈ മിലിറ്ററി ടാങ്കുമായി ബന്ധപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്നതാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു മിലിറ്ററി ടാങ്കാണിത്. ഇത് കാണാനായിട്ട് വളരെയധികം ഭംഗിയുണ്ട് എന്നുണ്ടെങ്കിലും വലിയ ഗുണം ഒന്നുമില്ല ഈ ടാങ്ക് കൊണ്ട് എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം അഡ്വാൻസ് ആയിട്ടുള്ള വളരെയധികം മോഡേൺ ആയിട്ടുള്ള ടാങ്കുകൾ ഹമാസ് പോലെയുള്ള ഗ്രൂപ്പുകളുടെ ആക്രമണത്തിൽ തകരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ കൈകാര്യം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഹൂത്തികൾ കൈകാര്യം ചെയ്യുന്നത് പോലെ അത്ര കണ്ട് അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺസ് ഒന്നുമല്ല ഇവർ ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസ് RPG-കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ടാങ്കുകൾ ആക്രമിക്കുന്നതെന്നാണ്. 2024 ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണത്തിൽ 4 മർക്കാവോ ടാങ്കുകളാണ് തകർക്കപ്പെട്ടത്. ഈ ഒരു വാർത്ത അന്ന് വലിയ വിവാദങ്ങൾക്ക് ഇസ്രയേലിൽ തിരികൊളുത്തിയിരുന്നു. എന്നാൽ ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് പ്രകാരം മർക്കാവോ ടാങ്ക് തകർന്ന് ഇസ്രയേലിന്റെ 3 സൈനികർ മരിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ തന്നെ ഇത്തരം ലോകോത്തരമെന്ന് ഇസ്രയേൽ തന്നെ വിശേഷിപ്പിക്കുന്ന അവരുടെ ടാങ്കുകൾ അതിനെത്ര കണ്ട് കാര്യക്ഷമതയുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്.